ഉത്തർപ്രദേശിലെ ഫിറോസാബാദിൽ പടക്ക നിർമ്മാണശാലയിൽ പൊട്ടിത്തെറി 4 പേർ മരിച്ചു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൽറാം, എപ്പോഴാണ് ഈ അപകടമുണ്ടായത്? എന്ത് തരത്തിലുള്ള കെട്ടിടമാണ്? ഇതൊരു വലിയ ഫാക്ടറിയാണോ അതല്ല ചെറിയ വിൽപ്പനശാലയാണോ? എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം നിലവിൽ നടക്കുന്നത്? ഗോകുൽ, ഇത് ഈ അപകടം സംഭവിച്ചത് ഇന്നലെ രാത്രിയാണ്. ഈ അപകടം നടന്ന സ്ഥലം പടക്ക നിർമ്മാണശാല എന്നുള്ളത് ഒരു വീടാണ്. വീട്ടിലായിരുന്നു ഈ പടക്കം നിർമ്മിച്ചിരുന്നതും സൂക്ഷിച്ചിരുന്നതും. ഈ പടക്ക നിർമ്മാണശാലയിൽ ഇത്തരത്തിൽ പൊട്ടിത്തെറി ഉണ്ടാവുകയും ഇതിൽ 4 പേർ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. മരിച്ച 4 പേരിൽ ഒരാൾ 3 വയസ്സുള്ള കുട്ടിയാണ്, മറ്റൊന്ന് ഒരു സ്ത്രീയാണ്. ഇവർ ഈ വീട്ടിൽ തന്നെയാണ് താമസിച്ചിരുന്നത് എന്നുമാണ് പോലീസിൽ നിന്നും ലഭ്യമാകുന്ന വിവരം എന്നുള്ളത്. കൂടാതെ 6 പേർക്ക് ഈ സ്ഫോടനത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അപകടത്തിന്റെ കാരണം എന്ത് എന്നുള്ളത് വ്യക്തമല്ല. എന്നാൽ ഈ ജനവാസ മേഖലയോട് ചേർന്ന് തന്നെ പ്രവർത്തിക്കുന്ന ഒരു അനധികൃത നിർമ്മാണ കേന്ദ്രമായിരുന്നു ഇത് എന്നാണ് പോലീസിൽ നിന്നും ലഭ്യമാകുന്ന വിവരം എന്നുള്ളത്. സമീപത്തുള്ള വീടിന്റെ മേൽക്കൂര ഉൾപ്പെടെ തകർന്നിട്ടുണ്ട്. സ്ഫോടനത്തിൽ ഈ പടക്കം നിർമ്മിച്ചിരുന്ന വീട് പൂർണ്ണമായും തകർന്നിരിക്കുന്നു. കൂടുതൽ പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന സംശയം പോലീസിനും ഫയർഫോഴ്സിനും രക്ഷാപ്രവർത്തകർക്കുമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. തകർന്നു കിടക്കുന്ന വീടിന്റെ അവശിഷ്ടങ്ങൾ മാറ്റിക്കൊണ്ട് ആളുകൾ അകത്തുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ സേന അടക്കമുള്ളവർ ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ 4 പേർ മരിച്ചതായി സ്ഥിരീകരിച്ചിരിക്കുന്നു. 6 പേർ പരിക്കേറ്റ ആശുപത്രിയിലാണ്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ് എന്നാണ് ആശുപത്രി അധികൃതരിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഉത്തർപ്രദേശിലെ ഫിറോസാബാദിലാണ് പടക്ക നിർമ്മാണശാലയിൽ പൊട്ടിത്തെറി ഉണ്ടായതും 4 പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. നിരവധി പേർക്ക് അവിടെ പരിക്കുമുണ്ട്.